ഈ പുഴയുടെ കുത്തൊഴുക്കിന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ തരത്തിലുള്ള ഒരു കുത്തൊഴുക്കാണ്. അത്രയും ദുർഘടമായ ഈ പുഴയെ മറികടന്ന് കൊണ്ടായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിൽ അവർ പങ്കാളികളായത്. ഇന്നിപ്പം തിരിച്ചു വരുന്നതിനിടെയാണ് ഒരു ചങ്ങാടത്തിന്റെ കയർ പൊട്ടിക്കൊണ്ട് കയർ മിസ്സായിക്കൊണ്ട് കുത്തൊഴുക്കിൽ മീറ്ററുകളോളം ഈ ചങ്ങാടം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നൊരു സാഹചര്യം. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരും ആളുകളൊക്കെ ചെന്ന് കയറ് പിടിച്ച് വളരെ ദുഷ്കരമായ രീതിയിലായിരുന്നു ആ ചങ്ങാടം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഒരു അപകടമായിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സുരക്ഷിതമായി എല്ലാവരെയും അവരുണ്ടായിരുന്ന പ്രവർത്തകരെല്ലാവരെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. യൂത്ത് കെയർ പ്രവർത്തകരായിരുന്നു ആ ചങ്ങാടത്തിൽ ഉണ്ടായിരുന്നത്. ആ ചങ്ങാടത്തിൽ അകപ്പെട്ടു പോയ ആ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ന് ഉൾവനങ്ങളിലായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ മുതൽ നമ്മൾ തന്നെ ഈ ചാലിയാർ പുഴ മുറിച്ച് കടക്കുന്നതിന് വേണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അടിയൊഴുക്ക് കാരണം എല്ലാ പ്രവർത്തകർക്കും പെട്ടെന്ന് അങ്ങ് ഈ ചാലിയാർ പുഴ മുറിച്ച് കടക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ബോഡിയുമായി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചെങ്ങാടത്തിൽ കയറി തിരിച്ചു വരുന്ന വഴി തന്നെ ചെങ്ങാടത്തിന്റെ കയറ് ഒന്ന് പിടിക്കാൻ വിട്ടുപോയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എത്ര സ്പീഡിലാണ് ആ ചെങ്ങാടം ഒലിച്ചു പോയതെന്ന്. അപ്പൊ ഇത്രത്തോളം സന്നദ്ധ പ്രവർത്തകർ 5 ദിവസം സന്നദ്ധ പ്രവർത്തകർ കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം മാറ്റിവെച്ച് 1 ദിവസം കട്ടന്റായിട്ട് പറഞ്ഞ് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുന്നത് പോലെയാണ്. കാരണം നമുക്ക് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ അവിടെ ചെറിയൊരു മല പൊട്ടി അല്ലെങ്കിൽ വെള്ളം വന്നു അതിന് കുറച്ചു പേര് പോയി എന്നല്ല. ഒരു വാർഡിലെ ഏകദേശം മുഴുവൻ വീടുകളും കാണാനില്ലാത്ത രീതിയിലാണ് അത് വന്നു പറ്റിയതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുണ്ടേരി ഫാമിലുള്ള ഈ ചാലിയാർ പുഴയിലേക്കാണ്. എത്രത്തോളം 200 ചില്ലാനം ബോഡികൾ 300 ചില്ലാനം ബോഡികളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതും എല്ലാമില്ല, ശരീരത്തിന്റെ പല ഭാഗങ്ങളാണ്. മുഖമാണ്, അല്ലെങ്കിൽ കൈയാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ കാലാണ്. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളാണ് കിട്ടുന്നത്. എന്നിട്ടും ഇവിടെ പ്രവർത്തനത്തിന് സത്യം പറഞ്ഞാല് ഈ സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്നതിന്റെ കാൽഭാഗം പോലും ഗവൺമെന്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഒരുപാട് ബോഡികൾ ഈ ചാലിയാർ പുഴയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഒരുപാട് മൺതിട്ടകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ അടഞ്ഞിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ മിഷനറി ഉപയോഗിച്ച് മുറിച്ചു മാറ്റി അതുപോലെ തന്നെ JCBയും ഇറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മൺതിട്ടകളെ മണ്ണുകൾ മാന്തി കഴിഞ്ഞാൽ ഒരുപാട് മൃതദേഹം നമ്മുടെ ഈ മരണപ്പെട്ടു പോയ ഈ ദുരന്തത്തിൽ, അതും കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇതുവരെ സംഭവിച്ചിട്ടില്ല കേരളത്തിൽ ഇതുപോലെ ഒരു വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ ഈ മരണപ്പെട്ടവരുടെ ബോഡി ഒന്നുമില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനമുണ്ടാകും. ഞങ്ങളുടെ മക്കളുടേത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പാന്റേത് ആ ഒരു ബോഡിയുടെ കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് സംസ്കരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇവിടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും, അത് യൂത്ത് കെയർ മാത്രമല്ല, മറ്റു സംഘടന പ്രവർത്തകർ എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷേ എല്ലാവരും ഒരു കാര്യമേ ഗവൺമെന്റ് ചെയ്തു തരേണ്ടത്, ഈ ചാലിയാർ പുഴയിലുള്ള ഈ മൃതദേഹങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ പാവപ്പെട്ട കുടുംബങ്ങളിൽ അവരുടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം നൽകാൻ മിഷനറികൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെ ഇതുപോലെ ഈ ചാലിയാർ പുഴയിൽ പുതിയ ഒരു ദുരന്തത്തിലേക്ക് കളയരുത്. അതും ഗവൺമെന്റ് ശ്രമിക്കണം. ഇന്ന് ഏത് ഭാഗത്താണ്? ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ 6ാമത്തെ ദിവസമാണ്. നമുക്കറിയാം, തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട്. 1ാമത്തെ ദിവസം നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഒരു കോർ കമ്മിറ്റിയൊക്കെ ഇവിടെ കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചു. രാവിലെ 7:30 മണിക്ക് ഇതിനകത്ത് കയറണം. എല്ലാവരും ഉണ്ട്. കോൺഗ്രസ് യൂത്ത് കെയർ ഉണ്ട്, DYFIയുടെ അവരുടെ സംഘടന ഉണ്ട്, SSF ഉണ്ട്, CPI, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് ഏകദേശം 340ഓളം ആളുകൾ അകത്തേക്ക് കയറിയുണ്ട്. അതിൽ 110 വളണ്ടിയർമാർ നമ്മളെ യൂത്ത് കെയറിന്റെ ആളുകളുണ്ട്. കിലോമീറ്ററുകൾ നമ്മളിന്ന് ഒരുപാട് പോയി. വേദനാജനകമായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് മനുഷ്യ ശരീരമാണോ അതല്ല വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നേരത്തെ നമുക്ക് 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ കിട്ടുന്നത്. അതിങ്ങനെ എന്താണ് അറിയാത്ത രൂപത്തിൽ പിന്നെ പോലീസുകാരൊക്കെ വന്ന് പെട്രോളിലെ ആളുകളൊക്കെ വന്ന് ഉറപ്പിക്കണം. ഏതായാലും വേദനാജനകമായൊരു കാര്യമാണ്. ഏതായാലും ഇനിയും ഒരുപാട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളെ തോന്നൽ. നമ്മളെ കൊണ്ട് സാധ്യമാകുന്നത് മാക്സിമം. കാരണം ഇന്നൊക്കെ ഇപ്പോൾ നമ്മൾ നടന്നത്, ഞങ്ങളുടെ കൂടെ 2 വനിതാ പ്രവർത്തകർ കൂടിയുണ്ട്. ഏകദേശം ഞങ്ങൾ ബോർഡറിൻ്റെ, അതായത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡറിൻ്റെ 1/2 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് അവിടുന്ന് പിന്നെ ഞങ്ങളോട് അങ്ങോട്ട് പോവേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സുരക്ഷ മാനിച്ച് തിരിച്ചു പോകുന്നതാണ്. ഏതായാലും നമ്മളെല്ലാവരും
ഈ നാട്ടിലുള്ള എല്ലാവരും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു മാസ് തെരച്ചിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളുണ്ട്. സംവിധാനത്തെ കുറ്റം പറയാനും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാഹചര്യം അതല്ലല്ലോ. ഏതായാലും സാധ്യമാകുന്നത് എല്ലാവരും അണ്ണാറക്കണ്ണലും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ചില അലംഭാവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഭവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിന്ന് പോയിരുന്നെങ്കിലും ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ കുറച്ചൊക്കെ മെച്ചപ്പെട്ട്, എന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏതെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതും കൂടി ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം. ഏതെങ്കിലും ജീവന്റെ ശരീരഭാഗത്തിന്റെ ഒരു കഷ്ണമെങ്കിലും കൊടുത്താൽ, ഇത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉറ്റവന്റെ ശരീരഭാഗമാണ്, അവ മരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനെങ്കിലും സാധിക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ ഞങ്ങളോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു 1:30 മണിക്ക് 1 മണിക്ക് അവിടുന്ന് ഇറങ്ങണമെന്ന്. 1 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 4:15 അവിടെ നിന്ന് ഇറങ്ങിയത്, എവിടെയും നിൽക്കാതെ. അപ്പോൾ 3.25 മണിക്കൂർ ഞങ്ങൾ നടത്തുമായിരുന്നു ഇങ്ങോട്ട്. കാരണം തിരയാതെ അങ്ങോട്ട് നടന്നപ്പോൾ ഏകദേശം ഞങ്ങളൊരു 5 മണിക്കൂർ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ബോഡി കിട്ടി. പിന്നെ ഞങ്ങൾ 47 പേര് ഈ ടീമിൽ ഈ ഭാഗത്തിൽ കൂടെ പോയി, ഒരു 50 ചില്ലാനം ആളുകൾ ആ ഭാഗത്തിൽ കൂടെ പോയി. ഞങ്ങൾക്ക് പോയ ഈ ഭാഗത്ത് കൂടെ പോയിട്ട് ഞങ്ങൾക്ക് ചെറിയ കയ്യിൻ്റെ എല്ല് കിട്ടി. അതുപോലെ തന്നെ ചെറിയ മാംസത്തിന്റെ ഭാഗങ്ങൾ, ആന്തരിക അവയവമാണോ ബാഹ്യ അവയവമാണോ എന്നറിയില്ല, അതൊക്കെ പ്ലാസ്റ്റിക് കവറിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു പകുതി ഭാഗത്തോളമുള്ള ഒരു ബോഡി കൊടുത്തു. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് VS ജോയി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, ഞാനടക്കം ഞങ്ങളൊക്കെ എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, എല്ലാവരോടും നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടൊക്കെ ഈ അവസരത്തിൽ അറിയിക്കാം. അത് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ ഉൾവനങ്ങളിൽ നിന്ന് മൃതദേഹം തിരച്ചിലിന് പോയ ഒരു സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർ പറയുന്നത് പ്രകാരം അവിടെയുള്ള മൃതദേഹങ്ങളൊക്കെ ചാലിയാറിൽ നിന്നാണ് ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നത്. 2 ശരീര അവയവങ്ങളും ലഭിച്ചിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.